ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 and 18 ആയിരിക്കും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ ഇതിന് മുമ്പുള്ള എല്ലാ പ്രോബ്ലംസും പ്രീവിയസ് എക്സസൈസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് പ്രീവിയസ് വീഡിയോസിൽ. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 and 18 നോക്കാം. സോ നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വേർഡ് പ്രോബ്ലം ടൈപ്പ് ആയിരിക്കും. അതിൽ ഫസ്റ്റ് രണ്ട് വേർഡ് പ്രോബ്ലം ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 17. In a school, students thought of planting trees in and around school to reduce pollution. It was decided that the number of trees that each section of the class will plant will be same as the class in which they are studying. So there are 3 sections in the class. How many trees will be planted by the students? So നമുക്ക് arithmetic progression directly തരില്ല word problem. So നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള AP ഫോം ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന്. അതായത് നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റുഡൻസ് ആർ പ്ലാനിങ് ടു പ്ലാന്റ് സം ട്രീസ്. ഇനി എത്ര ട്രീസ് ആണ് ഈച്ച് ക്ലാസ് പ്ലാന്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇറ്റ് വാസ് ഡിസൈഡഡ് ദാറ്റ് the number of trees that each section of each class will plant is same as a class. അതായത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത് ഒരു ക്ലാസ്സിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്. അതിൽ ഈ സെക്ഷൻ ഓഫ് ദ ക്ലാസ് പ്ലാന്റ് ചെയ്യുന്ന ട്രീസ് എന്ന് വെച്ചാൽ ഇസ് ദ സെയിം ആസ് എ ക്ലാസ് ഇൻ വിച്ച് ദേ ആർ സ്റ്റഡിങ്. അവർ പഠിക്കുന്ന സെയിം ക്ലാസിന്റെ നമ്പർ ഓഫ് ട്രീസ്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരു ട്രീ ആയിരിക്കും നടുക, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് 2 ട്രീ നടും, തേർഡിൽ 3. പിന്നെ ഈച്ച് സെക്ഷൻ ഓഫ് ദ ക്ലാസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പിന്നെ എത്ര സെക്ഷൻ ആണുള്ളതെന്നും പറയുന്നുണ്ട്. ദർ ആർ 3 സെക്ഷൻ ഓഫ് ഈച്ച് ക്ലാസ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ 3 സെക്ഷൻ ഉണ്ട്. അതിൽ ഓരോ സെക്ഷനിലെ സ്റ്റുഡൻറ്റും ഒരു ട്രീ വെച്ചാണ് നടാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ 3 സെക്ഷൻ ഉണ്ട്. അതിൽ ഓരോ സെക്ഷനും 2 ട്രീ വെച്ചാണ് നടാൻ പോകുന്നത്. ഓക്കെ സോ നമുക്കിനി AP എഴുതാം. അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് എത്രയായിരിക്കും? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈക്വൽ ടു 3 സെക്ഷനാണുള്ളത്. അതായത് 1+1+1 ഈക്വൽ ടു 3. അതേപോലെ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഇസ് ഈക്വൽ ടു 2+2+2 ദാറ്റ് ഇസ് 6. തേർഡ് സ്റ്റാൻഡേർഡ് 3+3+3 ദാറ്റ് ഇസ് 9. ഓക്കെ, സോ ആൻഡ് ഇനി ഫോർത്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ലാസ്റ്റ് ക്ലാസ് ഏതായിരിക്കും? 12th സ്റ്റാൻഡേർഡ് ആണ് ലാസ്റ്റ് ക്ലാസ്. സോ 12th സ്റ്റാൻഡേർഡിൽ 3 സെക്ഷൻ ഉള്ള സ്റ്റുഡൻസ് പ്ലാൻ ചെയ്യുന്നത് 12+12+12 ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 36. സോ നമുക്ക് ഈ AP ഒരു ഫൈനൈറ്റ് AP ആണ്. അതായത് നമുക്ക് ലാസ്റ്റ് ടേം അറിയാം, ഇത്രയും സ്റ്റുഡൻസ് ആണ് പ്ലാൻ ചെയ്യണമെന്ന് അറിയാം. സോ AP ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം 3, സെക്കൻഡ് ടേം ഇസ് 6, then 9 and last term of the AP is 36. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ട്രീസ് വിൽ ബി പ്ലാന്റഡ് ബൈ ദ സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസ് മൊത്തത്തിൽ എത്ര ട്രീസ് ആണ് പ്ലാന്റ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി എന്താണ്? ഓരോ ക്ലാസ്സും പ്ലാന്റ് ചെയ്തേക്കുന്ന ട്രീസ് ആണിത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി ഈ ഫുൾ APയുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഇതിൽ നിന്ന് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഇസ് ഫസ്റ്റ് ടേം ഓഫ് ദി AP ഇസ് 3, കോമൺ ഡിഫറൻസ് ഇസ് 6 - 3 ദാറ്റ് ഇസ് അഗൈൻ 3. Then last term of the AP is 36. ഇനി ഈ 36 എത്രാമത്തെ ടേം ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. ഇത് 12th സ്റ്റാൻഡേർഡ് ഇതിപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ് 12 ടേംസ് ആയിരിക്കും ഇതിലുണ്ടാവുക. അതുകൊണ്ട് തന്നെ N is equal to 12. സോ നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ദ ഫോർമുല ടു ഫൈൻഡ് ദ സം ഓഫ് N ടേംസ്, നമുക്ക് ലാസ്റ്റ് ടേം അറിയാവുന്നത് കൊണ്ട് സം ഓഫ് N ടേം ഇസ് ഈക്വൽ ടു N/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ദ ലാസ്റ്റ് ടേം. So substituting the values, sum of 12 terms is equal to 12/2. That is 6 into first term is 3 plus last term is 36. That is equal to 6 into 39. That is 234 ആയിരിക്കും sum of 12 terms. So അതാണ് നമ്മുടെ 17th question. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ നമുക്കിനി 18th question ചെയ്ത് നോക്കാം. So 18th question ഇതാണ്. A spiral is made of successive semicircles with centers alternatively at A and B, starting with center at A, of radii 0.5 cm, 1 cm, 1.5 cm, 2 cm, etc. What is the length of such spiral that is made of 13 consecutive semicircles? So നമുക്കൊരു സ്പൈറൽ ആണ് ഉള്ളത്. So diagram is already given in the question. Spiral is made up of successive ആയിട്ടുള്ള semicircles. So ഫസ്റ്റ് semicircle ഇതാണ്. Okay,
സോ സ്റ്റാർട്ടിങ് വിത്ത് സെൻറ്റർ എ. സോ സെൻറ്റർ എ എന്നുള്ള ഫസ്റ്റ് സെമി സർക്കിൾ ഇതാണ്. ഓഫ് റേഡിയായി 0.5 സെൻറ്റിമീറ്റർ. ആദ്യം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.5 സെൻറ്റിമീറ്റർ. ഇനി സെക്കൻഡ് സെമി സർക്കിൾ വിത്ത് റേഡിയസ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 1.5. ദെൻ തേർഡ് സെമി സർക്കിൾ വിത്ത് റേഡിയസ് 2. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്പൈറൽ? നമുക്ക് ഈ ആക്ച്വലി സ്പൈറലിൻ്റെ ലെങ്ത് എന്താണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ എഗെയിൻ ഇതൊരു AP ആയിരിക്കും. സോ APൻ്റെ വാല്യൂസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് സെമി സർക്കിൾ ഇതാണ്. ഓക്കെ, സോ ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമി സർക്കിളിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? ദെൻ തേർഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഇസ് എ റേഡിയസ് ഓഫ് ഈച്ച് ഓഫ് ദ സെമി സർക്കിൾ. സോ ആക്ച്വലി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇസ് നത്തിങ് ബട്ട് ദ സർക്കംഫറൻസ് ഓഫ് ദ സെമി. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് സർക്കംഫറൻസ് എന്ന് പറയാം. സർക്കംഫറൻസ് ആക്ച്വലി എന്താണ്? ഈ പുറത്തുള്ള ആക്ച്വലി ലെങ്ത് ഓഫ് ദി സർക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നതാണ് സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. സോ നമുക്കിവിടെ ആക്ച്വലി തന്നിരിക്കുന്നത് സെമി സർക്കിളാണ്. അപ്പോൾ സർക്കംഫറൻസിൻ്റെ പകുതി മതി. ഓക്കെ, സോ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഇസ് ആക്ച്വലി 2πr ആണെങ്കിൽ ഇത് സെമി സർക്കിളിൻ്റെ 2πr/2 ഇറ്റ് വിൽ ബി πr. ഓക്കെ, സോ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് πr ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ലെങ്ത് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെമി സർക്കിൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ ലെങ്ത് എന്തായിരിക്കും? π ഇൻറ്റു റേഡിയസ് എത്രയാണ്? 1. സോ പൈ ആണ് ഫസ്റ്റ് സെമി സർക്കിളിൻ്റെ ലെങ്ത്. സോറി, ഫസ്റ്റ് റേഡിയസ് 0.5. സോ 0.5 പൈ ആണ് ആദ്യത്തെ സെമി സർക്കിളിൻ്റെ സർക്കംഫറൻസ് അഥവാ ലെങ്ത് ഓഫ് ദ ഇത്രയത്തിൻ്റെ ലെങ്ത് ഇസ് 0.5 ഇൻറ്റു പൈ. ഇനി സെക്കൻഡിൻ്റെ റേഡിയസ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ. സോ ലെങ്ത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 1 പൈ. തേർഡ് ഇസ് 1.5 പൈ. then 2π etc. Okay, so ഈ അരിത്മെറ്റിക് പ്രോഗ്രഷൻ കണ്ടുപിടിക്കാൻ മാത്രമാണ് കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ളത്. അതായത് നമുക്ക് മനസ്സിലാവണം ഇത് സർക്കംഫറൻസ് ആണ്, ആ ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ നമുക്ക് തന്നിട്ടുള്ള റേഡിയസ് തമ്മിൽ ആഡ് ചെയ്തൊന്നും വെക്കാൻ പാടില്ല. ഓക്കെ, സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ്. സോ നമുക്ക് ഈ സ്പൈറലിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. സോ എത്ര സെമി കോൺസിക്യൂട്ടീവ്? ദർ ആർ 13 കോൺസിക്യൂട്ടീവ് സെമി സർക്കിൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് ഫസ്റ്റ് സെമി സർക്കിൾ, സെക്കൻഡ് സെമി സർക്കിൾ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ എത്ര സെമി സർക്കിൾസ് വേണം? 11. അതായത് നമുക്ക് n is equal to 11 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ലെങ്ത് എത്ര വേണം? അതായത് ഓരോന്നിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്കറിയാവുന്നത് 11 ടേംസ് ആയിരിക്കും ഇതിൽ ഉള്ളത്. സോറി, 13 ആണ്. ഓക്കെ, 13 ടേംസ് ആണ് ഇതിലുള്ളതെന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ജസ്റ്റ് ദ സം ഓഫ് ദിസ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. സോ ഇവിടെ ലാസ്റ്റ് ടേം എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സം ഓഫ് n ടേംസ് ഇസ് ഈക്വൽ ടു n/2 into 2a plus n minus 1 into d. ഇനി ഫസ്റ്റ് ടേം ഓഫ് ദി AP എന്താണ്? a is equal to 0.5 pi. Common difference is equal to 1 pi minus 0.5 pi is again 0.5 pi. Now substituting the values, sum of 13 terms is equal to 13/2 into 2 into 0.5 pi 2a plus n is 13, n minus 1 is 12 into common difference is 0.5 pi. So 2 into 0.5 pi is 1. That is 13/2 into pi. So 2 into 0.5 is 1 pi plus 12 into 0.5 is 6 pi. Now pi plus 6 pi is 7 pi. That is equal to 13/2 into 7 pi. Pi value and the pi is equal to 22/7. So ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. That is equal to 13/2 into 22. Now 2, 22, 11 cancel ചെയ്യാം. So answer will be 13 into 11. So the answer is 143 centimeter. 143 centimeter ആണ് ഇതേപോലെ 11 സെമി സർക്കിൾസ് ഉള്ള സ്പൈറൽ ഫോം ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത്. സോ ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ലാസ്റ്റ് 2 വേർഡ് പ്രോബ്ലംസ് കൂടി ഡിസ്കസ് ചെയ്യാം.